എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. ജീവിതം വളരെ പ്രഷ്യസ് ആണ്, അത് പാഴാക്കാതിരിക്കൂ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ഡോണ്ട് സ്പോയിൽ യുവർ ലൈഫ് എന്നുള്ളത്. ജീവിതം മാറ്റുന്നതിന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സമയം ലഭിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞുപോയ സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കുക എന്നുള്ളത് ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മുടെ സമയത്തെയും സാഹചര്യങ്ങളെയൊക്കെ വളരെയധികം കുറ്റപ്പെടുത്തി ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പല പ്രോബ്ലംസ് വരുമ്പോഴും നമുക്ക് തോന്നുന്നത് ജീവിതം തീർന്നു, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരല്പം തിരിച്ചറിവോടെ ജീവിച്ചാൽ നമുക്ക് ഒരുപാട് നമ്മുടെ ലൈഫ് മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും പ്രഷ്യസ് ആയ നമ്മുടെ ലൈഫ് പാഴാക്കാതിരിക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയേണ്ടത്, ജീവിതത്തിലെ ഏറെ ആളുകളും നമ്മുടെ ജീവിതത്തിൽ കിട്ടാതെ പോയ ഭാഗ്യങ്ങളെപ്പറ്റി കണക്കെടുപ്പ് നടത്തുന്നവരാണ് എന്നുള്ളതാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ കിട്ടിയ സൗഭാഗ്യങ്ങളൊന്നും അതിനെപ്പറ്റി ഓർക്കാറേ ഇല്ല എന്നുള്ളതാണ്. അതിന് പകരം സ്വയം കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ വിഷമിക്കും, പഴി പറയും. എന്നിട്ട് കരുതും മറ്റുള്ളവരുടെ ജീവിതം വളരെയധികം സന്തോഷമാണ് അല്ലെങ്കിൽ വളരെ സൗഭാഗ്യം നിറഞ്ഞതാണ്, അപ്പോൾ ആ ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ മാത്രം കിട്ടുന്നില്ല എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങൾ എന്നെ ജീവിതത്തിൽ വരുന്നില്ല എന്നതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്ന ആൾക്കാരാണ് ഏറിയ പങ്കും. എന്നാൽ നമ്മുടെ ആ ഒരു സൗഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കിപ്പം ഏത് ഒരു അവസ്ഥയിലാണോ നമ്മൾ ഉള്ളത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തൊക്കെ ഒരു ഭാഗ്യങ്ങളാണ് ഉള്ളത്, അതിൽ സാറ്റിസ്ഫൈഡ് ആയി ജീവിക്കാനാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. അതാണ് നമ്മുടെ ഭാഗ്യം എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ നിറവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് നമ്മുടെ ഈ കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ഒക്കെ മാറും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആരോടൊപ്പം ആയാലും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലായാലും ആ ഒരു സാഹചര്യത്തെയും നമ്മുടെ ഫാമിലിയെയും നമ്മളോടൊപ്പമുള്ള വ്യക്തികളെയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളിടത്ത് നമ്മൾ ഈ അനാവശ്യ ചിന്തകളിലേക്ക് പോകുന്ന ആ ഒരു ആധി അല്ലെങ്കിൽ ആ ഒരു വിഷമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ജീവിക്കാൻ നമുക്ക് രണ്ട് രീതികൾ നമ്മുടെ ലൈഫ് നമ്മൾ ഒരു സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിനെ സ്വന്തമാക്കാൻ പഠിക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടി നമുക്ക് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം എന്നുള്ളത്. രണ്ടാമത്, ഇതിന് പറ്റിയില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ലൈഫ് അത് നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ജീവിതം നമ്മളെ ഒരുപാട് ചിരിപ്പിക്കും, കരയിക്കും. അപ്പോഴൊക്കെ അത് വളരെയധികം സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഏതവസ്ഥയിലും നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻസ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നമ്മൾ ഇമോഷണലി നമ്മൾ അതിനെ കാണാതെ കുറച്ച് ബുദ്ധിപരമായിട്ട് അതിനുള്ള ഒരു പരിഹാരങ്ങൾ ചെയ്യുക. എന്നിട്ട് ഏത് സാഹചര്യത്തിലായാലും മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കുക. അതാണ് നമുക്ക് നമ്മുടെ ജീവിതം പാഴായി പോകാതിരിക്കാൻ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി രണ്ടാമത്തത്, ജീവിതം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് ഒരുപാട് കേട്ടൊരു വാക്കാണ്, പക്ഷേ ജീവിക്കാനുള്ള കഴിവ് നേടുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് എനിക്കൊന്നിനും കഴിയില്ല, ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഞാൻ ജീവിതത്തിൽ ഒരു തികഞ്ഞ പരാജയമാണ്, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളാണ് ജീവിതത്തിലെ ഓരോ മനുഷ്യൻ്റെ മനസ്സിലും കൂടുതലായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ ജീവിതം പ്രഷ്യസ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ ജീവിക്കുന്ന ജീവിതം ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. നമുക്കൊരു വാല്യൂ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കൊരു വാല്യൂ കൊടുത്താലേ മറ്റുള്ളവർ നമുക്കൊരു വാല്യൂ തരൂ എന്നുള്ളത് പഠിക്കുക. ഇപ്പോൾ ജീവിതത്തിൽ സെൽഫ് കെയർ, നമ്മളെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുക, നമ്മളോടൊരു കരുണ കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ജീവിതമാണ് അല്ലെങ്കിൽ ഞാൻ പാഴാക്കി കളഞ്ഞാൽ നഷ്ടം എനിക്ക് മാത്രമാണ് എന്നുള്ളത് ചിന്തിക്കുക.
ഇപ്പം നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി എന്നുള്ളത്. അത് മനസ്സിലാക്കുക. ആരും ആർക്കും പകരമാവില്ല. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മൾ ജീവിക്കുന്ന ആ ഒരു ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചുറ്റുപാട്, നമ്മുടെ സാഹചര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ സാറ്റിസ്ഫൈഡ് ആയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് സന്തോഷത്തോടു കൂടി ഓരോ നിമിഷവും നമ്മളെ ജീവിതം നമ്മൾ അറിഞ്ഞ് ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് മറ്റാർക്കോ വേണ്ടി ജീവിക്കുന്നത് പോലെ ആയിപ്പോകും എന്നുള്ളതാണ്. ഇനി നമ്മൾ സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്താലാണ് അതിന് വേണ്ടി വിഷമിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുപാട് ഒരു ദുഃഖം മനസ്സിന് തോന്നുന്നത് എന്നുള്ളത്. പക്ഷേ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ലൈഫിൽ ഒരുപാട് നല്ലതാവുന്നതും. കാരണം നമ്മൾ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് നല്ലതാവുമ്പോഴും, അല്ലെങ്കിൽ ആവശ്യത്തിലധികം മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴും ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഇതുപോലെ വിഷമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ കാര്യങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിർത്തുക. ഇപ്പം നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തി ആരെയും കൂടുതൽ സന്തോഷിപ്പിക്കാനും സഹായിക്കാനും, അല്ലെങ്കിൽ അവരുടെ ജീവിതം വളരെ ഫ്രൂട്ട്ഫുൾ ആക്കാനൊന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നമ്മളെ ഏറ്റവും അധികം സഹായിക്കേണ്ടത്, അല്ലെങ്കിൽ സ്നേഹിക്കേണ്ടത്, കെയർ ചെയ്യേണ്ടതൊക്കെ നമ്മളെ തന്നെയാണ്. കാരണം ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പ്രത്യേകിച്ചും സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ ഫാമിലി നോക്കണം, ജോലിക്ക് പോകണം, കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിൽ ഒരുപാട് ജോലികളുണ്ടാവും. ഇതിനിടയ്ക്ക് ഇപ്പം എത്ര സ്ത്രീകളോട് ആരെങ്കിലും ഒരാൾ വീട്ടിലുള്ളവർ ചോദിക്കും, നിനക്ക് സുഖമാണോ, അല്ലെങ്കിൽ നീ കഴിച്ചോ, നീ റെസ്റ്റ് എടുത്തോ, നിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കാൻ ആരും കാണില്ല എന്നുള്ളതാണ്. അതായത് നമ്മളെ കെയർ ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനും നമ്മൾ മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ എല്ലാവരുടെ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യും, അല്ലെങ്കിൽ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയോടെ ചെയ്യും. പക്ഷേ അവരോട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനോ സുഖമാണോ എന്ന് ചോദിക്കാനൊന്നും എപ്പോഴും ആരും ഓർക്കില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്നൊരു തോന്നലാണ് പല ആൾക്കാരുടെയും മനസ്സിലൂടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം നമ്മളെ കെയർ ചെയ്യുക, നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കുക. ഇപ്പോൾ നമുക്ക് നമ്മളെ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മളെ വിഷമിച്ചിട്ട് മറ്റുള്ളവരെ ഒരുപാട് ഹാപ്പി ആക്കാൻ പോകാതിരിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഏറ്റവും അധികം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന, അതായത് സ്ത്രീകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് മറ്റുള്ളവരെ പേടിക്കണം, അവരെന്ത് പറയും, അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ ഇപ്പം നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെക്കാൾ വലുത് അതാണ്. ഇങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ പോകും. പക്ഷേ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ജീവിതത്തിൽ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അവരുടെ ജീവിതത്തിൽ നമ്മൾ ഈ കൊടുക്കുന്ന കെയറിങ്ങിനും സ്നേഹത്തിനും ഒന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം അയ്യോ പാഴായിപ്പോയി, ഞാനിനി എന്തിനാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് നമുക്ക് മനസ്സിൽ ആ ഒരു വിഷമം തോന്നും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ ഈ ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് അപ്പാടെ കളഞ്ഞിട്ട് നമ്മൾ ഓരോ നിമിഷവും മനസ്സറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിലെ ഒരു നിമിഷവും രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല, അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്നില്ല എന്നുള്ള ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നിമിഷവും, അതായത് ഇപ്പോൾ ലൈഫിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇനി വരാനുള്ളതോ അല്ല ജീവിതം. അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇനി നമുക്ക് എത്ര കരഞ്ഞാലും അല്ലെങ്കിൽ എത്ര അതിനെപ്പറ്റി ചിന്തിച്ചാലും നമുക്കത് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞു പോയതാണ്. അതുപോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും. നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായി തീരും എന്നുള്ളത്. പകരം നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നമ്മുടെ മുമ്പേ ഉള്ളത് ഈ നിമിഷമാണ്, അല്ലെങ്കിൽ ഈ നിമിഷം എന്ന് പറയുമ്പോൾ ഈ പ്രസൻറ്റ് ലൈഫാണ്. അതെങ്ങനെ ഏറ്റവും അധികം സന്തോഷത്തോടു കൂടി വളരെ ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ട് നമുക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ചിന്തിക്കുക. അതിന് ആദ്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ വിഷമിച്ച് മറ്റാരെയും സന്തോഷിപ്പിക്കാനും പ്രീതിപ്പെടുത്താനും അല്ലെങ്കിൽ അവരെ വളരെയധികം സഹായിക്കാനൊന്നും നിൽക്കാതിരിക്കുക. നമ്മൾ കഴിയുന്നത് ചെയ്യുക, നമ്മുടെ കഴിയുന്നതിനപ്പുറം ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഒരിക്കലും മറക്കാതിരിക്കുക, നമ്മുടെ ജീവിതം വളരെയധികം പ്രഷ്യസ് ആണ്. അത് നമ്മൾ എത്രത്തോളം നമുക്ക് ആ ഓരോ നിമിഷവും മെമ്മറബിൾ ആക്കി ജീവിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇത്രയാണ് ഡോണ്ട് സ്പോയിൽ യുവർ ലൈഫ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ. ഏറ്റവും പ്രധാനം എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് വലുത് നമ്മുടെ ജീവിതം തന്നെയാണ് എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ നിന്ന് കളയുക, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. പക്ഷേ ആവശ്യത്തിലധികം ആരെയും നമ്മൾ സന്തോഷിപ്പിക്കാനോ പ്രീതിപ്പെടുത്താനോ ഒന്നും നിൽക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക. പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.